നമസ്കാരം, എല്ലാവർക്കും ഇമ്മ്യൂണിവില്യ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ യൂണിക്കോഡ് ഫോണ്ടായ ഗായത്രിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മലയാളത്തിന് പുതിയൊരു യൂണിക്കോഡ് ഫോണ്ട് കൂടി പിറന്നിരിക്കുകയാണ്. ഗായത്രി എന്ന് പേരിട്ട ഈ ഫോണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ബിനോ ഡൊമിനിക് എന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗ് അതിൻ്റെ ഫോണ്ടുകളുടെ അനൈൻമെൻറ്റും മറ്റുമായിട്ടുള്ള പ്രോഗ്രാമിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കാവ്യ മനോഹർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് സന്തോഷ് തോട്ടിങ്ങിലാണ്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലാണ് ഈ ഫോണ്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗായത്രി എന്ന് പറയുന്ന ഫോണ്ട്. ഈ ഫോണ്ട് നിങ്ങൾക്ക് smc.org.in/fonts എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിലുള്ള ബാക്കി ഫോണ്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സാധാരണ കനത്തിന് പുറമെ ബോൾഡ്, തിൻ തുടങ്ങി 3 വേരിയൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. സാധാ ഫോണ്ട്, കുറച്ചുകൂടി കട്ടി കുറഞ്ഞത്, കുറച്ച് കട്ടി കൂടിയത് എന്നുള്ള രീതിയിൽ മൂന്ന് ഫോണ്ടായിട്ട് തന്നെ ഈ ഒരു പാക്കേജിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. OTF, TTF, WOF2 തുടങ്ങിയ 3 ഫോർമാറ്റുകളിലും ഈ ഫോണ്ട് അവൈലബിൾ ആണ്. OTF ആണ് ഏറ്റവും പുതിയ ഒരു ഫോർമാറ്റ്. TTF എന്നുള്ളത് പഴയ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫോർമാറ്റാണ്. പഴയ കമ്പ്യൂട്ടറുകളിൽ നമുക്ക് ഈ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. WOF2 എന്നുള്ളത് വെബ് പേജുകളിലൊക്കെ എംബഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇത്തരത്തിലുള്ള 3 ഫോർമാറ്റുകളിലും നമുക്ക് ഗായത്രിയും അതുപോലെ തന്നെ അതിന് മുമ്പുള്ള മഞ്ചരി അടക്കമുള്ള മറ്റ് ഫോണ്ടുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ട്രൂ ഫോണ്ട് എഡിറ്റർ എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ ഫോണ്ട് ലൈസൻസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്വതന്ത്രമായ ഫോണ്ടാണ്. സ്വതന്ത്രമായ ഫോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡും അത് വരച്ച SVGകളും എല്ലാം സ്വതന്ത്രമായിട്ട് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെപ്പോസിറ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. നമുക്കത് വെച്ച് സ്വന്തമായിട്ട് ഫോണ്ട് ഉണ്ടാക്കാൻ പഠിക്കാനൊക്കെ നമുക്ക് റെഫറൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും സൗജന്യമായിട്ട് ഉപയോഗിക്കാം, സ്വതന്ത്രമായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഫോണ്ടാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ളതൊക്കെ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഗണത്തിൽ പെടുന്ന ഒരു ഫോണ്ടാണ്, സ്വതന്ത്ര ഫോണ്ടാണ് നമ്മൾ പറയുന്ന ഗായത്രിയും മഞ്ചരിയും പോലെയുള്ള SMCയിൽ അവൈലബിൾ എല്ലാ ഫോണ്ടുകളും. ഈ ഫോണ്ട് പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഫോണ്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇനി പിക്സൽ ഡെൻസിറ്റി കൂടിയ കമ്പ്യൂട്ടറുകളിലൊക്കെ മര്യാദക്ക് റെൻഡർ ചെയ്യാനും അതിന് വേണ്ട ഗണിതക്രിയകളെല്ലാം ഇത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിന്റ് മീഡിയകളിലും നോൺ പ്രിന്റ് മീഡിയകളിലും എല്ലാം ടെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിന്റ് ചെയ്ത മരത്തിൽ കർവ് ചെയ്തെടുത്ത് വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കി, അങ്ങനെ എല്ലാ തരത്തിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഫോണ്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ചിത്രം ഗായത്രി എന്ന് പറഞ്ഞ ഫോണ്ടിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ഫലകമാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവിധ ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് ഗായത്രി എന്ന ഫോണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ആണ് ഈ ഫോണ്ട് പുറത്തിറക്കിയത് എന്ന് പറഞ്ഞു. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ഫോണ്ടുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയി smc.org പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകൾ അവരുണ്ടാക്കിയത് കാണാൻ പറ്റും. മഞ്ചരി, ചിലങ്ക, രചന തുടങ്ങിയ ഒരുപാട് ഫോണ്ട്. ഇപ്പോൾ രചനയിൽ തന്നെ 1000-ലധികം ലെറ്ററുകളാണുള്ളത്. മഞ്ചരിയിൽ അത് 800-900 അടുത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗായത്രിയിലും 1000-ന് മുകളിലാണ് അക്ഷരങ്ങൾ വരച്ചു ചേർത്തുള്ളത്. അതായത് പഴയ ലിപിയിലുള്ള ഒരുപാട് കൂട്ടക്ഷരങ്ങളും മറ്റും ഇംഗ്ലീഷ് അക്ഷരങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു ഫോണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഒട്ടനേകം പ്രൊജക്റ്റുകൾ SMC ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് മോർഫോളജിക്കൽ അനലൈസർ. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, സന്തോഷ് തോട്ടിങ്ങിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ യൂണിക്കോഡ് ഫോണ്ടിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് യൂണിക്കോഡ് ഫോണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് ASCII ഫോണ്ടെന്നോ തിരിച്ചറിയാത്ത പലരും ഉണ്ടാവും. അല്ലെങ്കിൽ അറിയാത്ത പലരും ഡിസൈനിങ് മേഖല വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ അറിയാത്ത, എൻ്റെ കൂട്ടുകാർ പലപ്പോഴും വിളിച്ചു ചോദിക്കുമ്പോൾ ഡിസൈനിങ് മേഖല വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ വ്യത്യാസം അറിയാത്തവരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. യൂണിക്കോഡും ASCII 2 തരത്തിലുള്ള എൻകോഡിംഗ് ആണുള്ളത്. ASCII ആണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ASCII എന്ന് പറയുന്നത് ഈ 256 ക്യാരക്ടറുകളെ മാത്രം എൻകോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതിനകത്ത് ഇംഗ്ലീഷിനകത്ത് മാത്രം മതി, കാരണം ഇംഗ്ലീഷിലെ ലെറ്ററുകളെല്ലാം കൂടി ചേരുമ്പോൾ അത്രേ വരും. എന്നാൽ മലയാളത്തിൻ്റെ എല്ലാ സാധ്യതകളെയും, കൂട്ടക്ഷരങ്ങളും മറ്റും എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് പോരാതെ വരും. അപ്പോൾ അന്നത്തെ കാലത്ത് മലയാളം ഫോണ്ട് അവർ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി എന്നാൽ ചെറിയൊരു തരകിട്ട പരിപാടിയായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഫോണ്ട് എടുത്തിട്ട് അതിനകത്ത് A എന്നുള്ള അക്ഷരം മാറ്റി A എന്നാക്കുകയും അങ്ങനെ ബാക്കി ഓരോ അക്ഷരങ്ങൾ മാറ്റി വേറെ വേറെ അക്ഷരങ്ങൾ, അപ്പോൾ നമുക്ക് എത്ര ഉണ്ട്, വലിയ അക്ഷരം ABCD, ചെറിയ അക്ഷരം ABCD, അങ്ങനെ 26, 26, 42. ഈ 42 അല്ല മലയാളത്തിലുള്ളത്, വേറെ ഉണ്ടല്ലോ. അപ്പോൾ വേറെ ചില സിമ്പലുകൾ, ഇപ്പോൾ എയുടെ മോൾ കൂടെ ഇങ്ങനെ കെട്ടുള്ള സാധനങ്ങളൊക്കെ കാണാം. അങ്ങനെ പലതരം സിമ്പലുകളുണ്ട്. ഈ സിമ്പലുകളെല്ലാം റീപ്ലേസ് ചെയ്ത് അതിന് പകരം മലയാളം അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടി ചെയ്തു. അതാണ് ASCII ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഇംഗ്ലീഷ് ഫോണ്ടിൻ്റെ കോഡിങ് എടുത്തിട്ട് അതിനകത്ത് ഇംഗ്ലീഷ് ഫോണ്ട് ചുരണ്ടി കളഞ്ഞ് വേറെ മലയാളം കുത്തി കയറ്റുന്ന ഒരു ഉടായ്പ പരിപാടിയാണ് ASCII എന്ന് പറയുന്നത്. ഇപ്പോഴും അത് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ യൂണിക്കോഡ് അങ്ങനെയല്ല. യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ യൂണിക്കോഡിൻ്റെ ടേബിൾ ആണ് കാണുന്നത്. ഇതിനകത്ത് A എന്ന് പറയുന്ന ലെറ്ററിന് ഒരു പോയിന്റ് ഉണ്ട്.
ആ എന്ന് പറയുന്ന വേറെ ലെറ്ററിന് വേറെ പോയിന്റ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വേറെയും മലയാളം അക്ഷരങ്ങൾ വേറെയുമാണ്. ഓരോന്നും ഓരോ കോഡ് പോയിന്റുകളുണ്ട്. ഇംഗ്ലീഷും മലയാളത്തിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഭാഷകൾക്കും കോഡ് പോയിന്റുകളുള്ള ഒരു സംവിധാനമാണ് യൂണിക്കോഡ് എന്ന്. യൂണിക്കോഡിൽ ഒരുപാട് ഫോണ്ടുകൾ, ലോകത്തിലുള്ള എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ യൂണിക്കോഡ് ഫോണ്ടിൽ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ മലയാളം മാത്രമല്ല ഇംഗ്ലീഷും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ മലയാളം ഫോണ്ട് അനുസൃതമായിട്ടുള്ള ഇംഗ്ലീഷ് ഫോണ്ടുകളും കൂടി ഒപ്പം ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് ആസ്കി ഫോണ്ട് ആയിരുന്നുവെങ്കിൽ ആസ്കിയിൽ ഇംഗ്ലീഷ് മായ്ച്ച് കളഞ്ഞിട്ടാണ് മലയാളം കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കിട്ടില്ല, മലയാളം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അഥവാ ആരെങ്കിലും മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷും നമുക്ക് മലയാളത്തിൽ യാരലാവ ശാഷ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ മനസ്സിലാവാത്ത രീതിയിലാണ് കാണാം. അതിന് സെലക്ട് ചെയ്ത് പിന്നെ മറ്റൊരു ഇംഗ്ലീഷ് ഫോണ്ട് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ഇംഗ്ലീഷായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പഴയ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ മലയാളത്തിനടക്ക് ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ അത് ഓരോന്നും കണ്ടുപിടിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ നിൽക്കണം. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനത്തിന് മായ്ച്ച് കളഞ്ഞിട്ട് അവിടെ മലയാളം കയറ്റിയിട്ടാണ് ഓൾറെഡി എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഇങ്ങനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് MLTT രേവതി, FML, അങ്ങനെ ഒരുപാട് സംഗതി. ഇതൊക്കെ ആസ്കിയാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന FML ആണ്. ഇപ്പോൾ കിട്ടണമെങ്കിൽ FML ഉപയോഗിക്കണം. അത് MLTT, ഈ സാധനങ്ങളെല്ലാം വരുന്നത് എന്തിലാണ്? ആസ്കി എന്ന് പറയുന്നത് എൻകോഡിങ്ങിലാണ്. അതുകൊണ്ട് അതിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ അഡീഷണൽ ഉപയോഗിച്ചേ പറ്റും. നേരെ മറിച്ച് യൂണിക്കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം പഠിക്കേണ്ട, യൂണിക്കോഡ് ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്താൽ അതിൽ ഇംഗ്ലീഷും മലയാളം ഒക്കെ വരും. മാത്രമല്ല ഇത് രണ്ടും തിരിച്ചറിയൽ പ്രധാനപ്പെട്ട മാർഗ്ഗം. നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ കാണുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ തമ്പനയിലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് കാണുന്നത്, ഈ കാണുന്നതെല്ലാം യൂണിക്കോഡാണ്. യൂണിക്കോഡിന് മാത്രമേ വെബ്സൈറ്റിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ ബേസിക്കലി. അപ്പോൾ അങ്ങനെ കാണുന്നതെല്ലാം യൂണിക്കോഡ് ഫോണ്ടാണ്. നിങ്ങൾ മൊബൈൽ ടൈപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, വാട്സപ്പിൽ വായിക്കുന്നതായിക്കോട്ടെ, ടെലിഗ്രാമിൽ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ മൊബൈൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂണിക്കോഡാണ്. അപ്പോൾ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് കീബോർഡൊക്കെ ഉപയോഗിച്ച് വെച്ച് ടൈപ്പ് ചെയ്യുന്ന സാധനം എന്താണ്? ആക്ച്വലി യൂണിക്കോഡാണ്. അതിനെ ഇപ്പോൾ പേജ് മേക്കർ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ അത് പേജ് മേക്കറിൽ കോപ്പി ചെയ്താൽ കുറച്ച് XYZ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പേജ് മേക്കറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പേജ് മേക്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 ഡെവലപ്മെൻറ്റ് നിർത്തിയിട്ടുള്ള സാധനം. ഇപ്പോഴും പല പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ പല പബ്ലിക്കേഷൻസും പേജ് മേക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ കാലഹരണപ്പെട്ട ഒരു ടെക്നോളജിയാണ്. ആസ്കി ഒന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാനേ പാടില്ല. കാരണം ആസ്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും റീഡബിളോ സെർച്ചബിളോ അല്ല. ഇൻ്റർനെറ്റിന് അത് അറിയാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല, എന്താണ് സാധനം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയൊരു സാധനം അവൈലബിൾ ആവണമെങ്കിൽ അത് യൂണിക്കോഡിലായിരിക്കണം. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും അവരുടെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സെമിനാറുകൾ ഉണ്ടാക്കാൻ പറയുന്നത് തന്നെ അവർ ആസ്കി ഫോണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്നാണ് നിബന്ധനയായിട്ട് വെക്കുന്നത്. ഇത്ര ഫോണ്ട് വലുപ്പത്തിൽ ഇന്ന ഫോണിൽ തന്നെ ചെയ്യണമെന്നാണ് നിബന്ധന വെക്കുന്നത്. അത് എന്നോ കാലഹരണപ്പെട്ടു പോയ ഒരു ടെക്നോളജിയാണ് ഇപ്പോഴും ചെയ്യണമെന്ന് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും മലയാളത്തിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി യൂണിക്കോഡിലേക്കെല്ലാം മാറേണ്ട കാലഘട്ടമായി കഴിഞ്ഞു. കാരണം യൂണിക്കോഡിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് ലൈവായിട്ട് സെർച്ചബിൾ ആയിട്ടുള്ള സാധനമായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ വെബ്സൈറ്റിൽ കാണുന്ന എല്ലാം യൂണിക്കോഡ് ഫോണ്ടുകളാണ്. ഇനി യൂണിക്കോഡ് ഫോണ്ടിൽ നിന്നും ആസ്കിയിൽ നിന്ന് യൂണിക്കോഡിലേക്കും കൺവേർട്ട് ചെയ്യാൻ ഇപ്പോൾ മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആസ്കിയിലെ ഉപയോഗിച്ച് പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ടൈപ്പ് ചെയ്ത സാധനത്തിന് അങ്ങനെ എന്ത് ചെയ്യാം, ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പലർക്കും അത് അറിയില്ല. മൊബൈൽ ടൈപ്പ് ചെയ്തതും വീണ്ടും ടൈപ്പ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഒരു ടെക്നോളജിയെക്കുറിച്ചുള്ള അജ്ഞാത നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺവേർട്ട് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ടൈപ്പിറ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് വിൻഡോസിനുള്ളത്. അത് നമുക്ക് ഏത് ഫോണ്ടിൽ നിന്നും യൂണിക്കോഡിൽ നിന്ന് ആസ്കിയിലേക്കും FMLയിലേക്കും അങ്ങനെ ഏതിലേക്കും മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ഇനി അതല്ല, വെബ്സൈറ്റിൽ തന്നെ ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ സന്തോഷ് തൊട്ടെങ്കിൽ വികസിപ്പിച്ച ഒരു വെബ്സൈറ്റ് ഉണ്ട്, kuttipencil.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ കുറ്റിപ്പെൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിക്കോഡിൽ നിന്ന് ആസ്കിയിലേക്കും യൂണിക്കോഡിലേക്കും FMLയിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ടൂളാണ്. ഞാനിവിടെ ഗായത്രിയെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് യൂണിക്കോഡെന്നും എന്താണ് യൂണിക്കോഡിൽ ആവേണ്ടതിൻ്റെ ആവശ്യകത എന്നുമാണ് പറയാൻ ശ്രമിച്ചത്. യൂണിക്കോഡും ആസ്കിയും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒട്ടനവധി വിഷയങ്ങളുമായിട്ട് ഇമ്മിണി വലിയ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. എന്തായാലും കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. വേറെ ഒന്നുമല്ല, കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ടായിരുന്നു, ക്ലാസ്സുകളും തിരക്കുകളായിട്ട് പോകുമായിരുന്നു. മാത്രമല്ല ചുമയും പനിയൊക്കെ പിടിച്ചിട്ടും കുറച്ച് ഇടങ്ങേറായിപ്പോയി. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനിയും ഞാനൊരു ഈ മാർച്ച് പകുതി വരെ സ്ഥലത്തില്ല, വേറെ സ്ഥലത്തേക്ക് പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തു പോവുകയാണ്. അതിനിടയ്ക്ക് പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും മാർച്ച് 16 ശേഷം മാത്രമേ റെഗുലറായിട്ട് ഇനി വീഡിയോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും അതുവരെ കൂട്ടുനിൽക്കുക. അതിന് മുമ്പ് 10,000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വെറും 130 സബ്സ്ക്രൈബറുകൾ കൂടി ആയിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് 130 സബ്സ്ക്രൈബറും കൂടി ആയിക്കഴിഞ്ഞാൽ 10,000 എന്നുള്ള രീതിയിലേക്ക് നമ്മളെത്തും. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും അതിനിടയ്ക്ക് പറ്റുമെങ്കിൽ